കരീബിയൻ കടലിലെ സേനാവിന്യാസം കൂടുതൽ ശക്തമാക്കി അമേരിക്ക. US യുദ്ധക്കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് മെഡിറ്ററേനിയനിൽ നിന്ന് അമേരിക്ക പിൻവലിച്ചു. ആണവ അന്തർവാഹിനികളും F-35 വിമാനങ്ങളും കരീബിയൻ കടലിൽ വിന്യസിച്ചിരിക്കുകയാണ്. വെനിസ്വേലയിൽ മയക്കുമരുന്ന് കടത്ത് കർശനമായി നിയന്ത്രിക്കാനാണ് നടപടിയെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അറിയിച്ചു. ഐസൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. നിഖിൽ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇസ്രയേലിൽ ഈ ശക്തമായ സൈനിക നടപടി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഒരു സാഹചര്യത്തിൽ, അതായത് 2023 ഈ കപ്പൽ മെഡിറ്ററേനിയനിലേക്ക് വിന്യസിച്ചത്. ഈ കപ്പലാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക കപ്പൽ അല്ലെങ്കിൽ യുദ്ധക്കപ്പലായ ഈ അതിശക്തമായ ഈ കപ്പൽ ഇപ്പോൾ മെഡിറ്ററേനിയനിൽ നിന്നും പിൻവലിച്ചിരിക്കുകയും ആ മെഡിറ്ററേനിയനിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കരീബിയൻ കടലിൽ അത് വിന്യസിക്കാനും എന്ന ഒരു സൂചനയാണ് ലഭ്യമാകുന്നത്. ഈ കപ്പലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ 90ഓളം യുദ്ധവിമാനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന, അത് പറന്നുയരാൻ സാധിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്, വലിയൊരു എയർഫോഴ്സ് നേവി പ്ലാറ്റ്ഫോമായ ഒരു സംവിധാനമാണിത്. ഈ സംവിധാനത്തെ കരീബിയൻ കടലിലേക്ക് വിന്യസിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നിരവധിയായ ആണവാന്തർവാഹിനികളും അതുപോലെ തന്നെ F-35 വിമാനങ്ങളും B-2 ബോംബർ വിമാനങ്ങളും പരിശീലനം പോലും കരീബിയൻ കടലിൽ നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെനിസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത്, വൻതോതിൽ മയക്കുമരുന്ന് കടത്ത്, അതായത് 1.5 മാസമായി തുടർച്ചയായി വെനിസ്വേലയിൽ നിന്നുള്ള ഈ മയക്കുമരുന്ന് കടത്തിനെതിരെ കടുത്ത നീക്കങ്ങൾ അമേരിക്ക നടത്തുകയാണ്. നിരവധി ആക്രമണങ്ങൾ ബോട്ടുകളും, അതായത് സ്വകാര്യ ബോട്ടുകളും ഒക്കെ തന്നെ മയക്കുമരുന്നുമായി എത്തുന്നവരുടെ ബോട്ടുകൾ തകർക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ഈ അടുത്ത ദിവസം പോലും താരതമ്യേന വലിയൊരു ബോട്ട് തകർക്കുകയും ചെയ്തു. അതിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 6ഓളം മയക്കുമരുന്ന് കടത്തുകാരാണ് എന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കടുത്ത സൈനിക നീക്കങ്ങൾ നടത്തുകയും വെനിസ്വേലയിൽ തന്നെ സെൻട്രൽ ഇന്റലിജൻസ് PIAയുടെ ചാരന്മാരെ നിയോഗിക്കുകയും ഉൾപ്പെടെ ചെയ്തുകൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത്. തീർച്ചയായും മയക്കുമരുന്ന് കടത്ത് തങ്ങളുടെ രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെനിസ്വേലയ്ക്ക് നേരെയുള്ള ശക്തമായ സൈനിക നടപടികൾ അമേരിക്ക തുടർന്നേക്കും എന്നൊരു സൂചന തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ഇക്കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി കരീബിയൻ കടലിൽ സേനാവിന്യാസം ശാക്തീകരിക്കുന്ന ഒരു നീക്കം അമേരിക്ക തുടരുകയും ചെയ്യുന്നുണ്ട്.